ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് പ്രേമം, പഠിപ്പ്, അതേപോലെ യൂട്യൂബ്, ഇത് മൂന്നും കൂടി എങ്ങനെ ഞാൻ മാനേജ് ചെയ്ത് പോകണം. ഓരോ ദിവസം ഞാൻ ഇത് മൂന്നും കൂടി എങ്ങനെ മാനേജ് ചെയ്ത് പോകണം, അതിൻ്റെ വ്ളോഗാട്ടോ ഇന്നെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ആ എഴുന്നേക്കണ രംഗം കണ്ടപ്പോൾ എന്നെ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഒരു നാടകം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. സത്യമാണ്. കാരണം ഞാനത് ആക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്തത്. കാരണം നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ ആരും ഷൂട്ട് ചെയ്യുമെന്ന് തരില്ലല്ലോ. നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് വെക്കേണ്ട ട്രൈപോഡും ക്യാമറ ഒക്കെ. പിന്നെ ഞാൻ ഞാൻ എഴുന്നേക്കണ പോലെ ഒന്ന് കാണിച്ചാൽ നമ്മൾ രാവിലെ ഇട്ടിട്ടുള്ള കാര്യങ്ങളല്ലേ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ ആ ദിവസത്തിനെ കുറിച്ചിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ഞാൻ സ്കിൻ കെയറും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം യൂസ്ഫുൾ ആയിരിക്കും കാണുന്നവർക്ക്. അപ്പം ഇന്നത്തെ വ്ളോഗ് സ്കിൻ കെയർ ഉണ്ട്, പഠിപ്പ്, സ്റ്റഡി എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു, ഒപ്പം പ്രേമം എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഒപ്പം യൂട്യൂബ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ജോലിയൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ ഒപ്പം എങ്ങനെ മാനേജ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കാര്യങ്ങളാട്ടോ ഞാൻ കാണിക്കുന്നത്. എന്നെ പോലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ചിലവർക്കെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുമല്ലോ, എങ്ങനെയൊക്കെ കൂടി പോവാന്നുള്ള ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടുമല്ലോ. അത് വേണ്ടിയിട്ടുള്ള വ്ളോഗാണ്. വീഡിയോക്ക് പോണേക്കാളും മുമ്പ് ഒരു കാര്യം നോക്കിക്കേ. എൻ്റെ സ്കിന്നിന് ഒരു എന്താ പറയുക, ഒരു ഫ്രഷ് ഫീൽ തോന്നിക്കുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, എനിക്ക് തോന്നുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസം കാണുമ്പോൾ എനിക്കൊരു നല്ലൊരു എന്തെങ്കിലും ഗ്ലോവോ ഒരു ഫ്രഷ് ഫീൽ വന്ന പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു സീക്രറ്റ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താണ് അതെന്നുള്ളത്. കാരണം ഒരു 20 ദിവസമായി തോന്നുന്നു, കറക്റ്റ് ദിവസം ഓർമ്മയില്ല, ഒരു 20-21 ഒക്കെ ആയി കാണും. ഞാനൊരു തൈലം യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുങ്കുമാതി തൈലം യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ടാണ്. ഞാൻ പെട്ടെന്ന് എടുത്ത് കൊണ്ടുവരാം, ആ തൈലം എടുത്ത് കൊണ്ടുവരാം കേട്ടോ. യെസ്, അമേസിങ് സ്പ്രിങ് ആക്ഷൻ കൂടില്ല. അപ്പം ഞാൻ എത്തി. ഇതാണ് ആ ഓയിൽ, 100% നാച്ചുറൽ കുങ്കുമാതി തൈലാണ്. എനിക്ക് സാധാരണ ഈ തൈലൊന്നും എനിക്ക് മുഖത്തേക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്കിത് എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചതാണ്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, സത്യമായിട്ടും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് നോക്കി നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ കുങ്കുമപ്പൂവിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ യൂസ് ചെറുപ്പം തൊട്ടേ ഞാൻ കേൾക്കാൻ തുടങ്ങിയ കുങ്കുമ തൈലത്തിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ രാത്രിയായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുക, രാത്രി ഉറങ്ങണേക്കാളും മുമ്പ്. അപ്പോൾ പിന്നെ ഉറങ്ങി അങ്ങോട്ട് കിടന്നാൽ മതിയല്ലോ, രാവിലെ എഴുന്നേറ്റ് കഴുകി കളയലാണ് പതിവ്. പിന്നെ ഇതാണെങ്കിൽ ഫില്ലറുണ്ട് കണ്ടോ. അപ്പോൾ ഡ്രോപ്സ് നമുക്ക് കിട്ടും. ഇത് ഒരു 5 തൊട്ടിട്ട് 6 ഡ്രോപ്പാണ് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാറ്. ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 5-6 ഡ്രോപ്സ് നമ്മൾ മുഖത്ത് ഇട്ടിട്ട് നന്നായി മസാജ് ചെയ്ത് കൊടുത്തിട്ട് കിടക്കുക. സാധാരണ കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ബെഡ്ഷീറ്റിലും അവിടെ ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നാലും നമ്മൾ മുഖത്ത് നന്നായിട്ട് പിടിഞ്ഞിട്ടുണ്ടാവും. രാവിലെ ആയി കഴിഞ്ഞാൽ കഴുകിക്കളയുക. എനിക്ക് ആദ്യത്തെ ഒരു കുറച്ച് ദിവസമൊന്നും എനിക്ക് വലിയ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, എനിക്ക് വലിയ റിസൾട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എൻ്റെ മുഖത്ത് ഒന്നും ദോഷം വന്നില്ല, ഗുണവും വന്നില്ല കുറച്ച് ദിവസമൊക്കെ. പക്ഷെ ഒരു 15 to 16 ഡേയ്സ് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത് 2-3 ദിവസം മുമ്പ് തൊട്ടിട്ട് എനിക്ക് തന്നെ നല്ല മാറ്റം വന്നു തുടങ്ങിയത്. എൻ്റെ കുരുവിൻ്റെ പാട് എൻ്റെ ഉമ്മ പറഞ്ഞു തുടങ്ങി, നിൻ്റെ കുരുവിൻ്റെ പാടൊക്കെ പോയല്ലോ, ഇവിടെയൊക്കെ പാടുണ്ടായിരുന്നു, അതൊക്കെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പുറത്തുനിന്നുള്ളവർ കാണുമ്പോൾ ആ ഫീല് മനസ്സിലായി. എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ തോന്നാത്തതാണ്, നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ ഉമ്മ പറഞ്ഞു. മുഖത്തിൻ്റെ കുരുയുടെ പാട് മാത്രമല്ല, എനിക്ക് നല്ല ഫ്രഷ് ഫീല്, ഒരു യൂത്ത്ഫുൾ ലുക്ക് എന്നൊക്കെ പറയില്ലേ, ഒരു ഗ്ലോവും, സ്കിന്നിനൊരു നല്ല ജീവൻ വെച്ച പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല റിസൾട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് ഞാനിത് ഇതാക്കുന്നത്. അപ്പം എനിക്ക് തോന്നിയാൽ ഞാൻ ഒരു വട്ടം ഈ യൂട്യൂബിൽ ഇതേപോലെ ഡേ മൈ ലൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും എങ്ങനത്തെ സംതിങ് ടൈപ്പ് ചെയ്യുമ്പോൾ കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്. നിങ്ങൾ എന്തായാലും ആക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മേടിച്ചു കൊടുക്കുക. ഇതിൽ പിന്നെ ഇതൊന്നുമില്ല, മറ്റേ വൈറ്റമിൻ സി, ബ്ലീച്ചൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ പെട്ടെന്ന് ഗ്ലോ റിസൾട്ട് കിട്ടാത്തതെന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ബ്ലീച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തന്നെ റിസൾട്ട് ചിലപ്പോൾ കിട്ടും. ഇതങ്ങനെ ഒന്നുമില്ല, ഫുൾ 100% നാച്ചുറലും പിന്നെ കുങ്കുമപ്പൂവും ഇതൊക്കെ ആയ കാരണമാണ് ഇത്രയും ഒരു 16 days 17 days ഒക്കെ എനിക്ക് എടുത്തതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടാൻ അത്ര കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. ഒറ്റയടിക്ക് റിസൾട്ട് എന്തായാലും കിട്ടുന്നില്ല. പക്ഷേ അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് നല്ല ഗ്ലോ വരുന്നുണ്ട്, മുഖത്തിൻ്റെ ബ്ലെമിഷസ് പോകുന്നുണ്ട്, ഈ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് അടിപൊളി സാധനമാണ്. നമുക്ക് രാവിലെ എനിക്ക് 8:40 ക്ലാസ് ഉണ്ട്, എനിക്ക് അതിന് മുമ്പ് വേണം പല്ല് വെക്കാനും വേറെ പരിപാടികളൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ ഒരുക്കൂട്ടി എനിക്ക് വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പോവാം.
നമ്മളങ്ങനെ പല്ലും തേച്ചിട്ടില്ല, ഒന്നും തേച്ചിട്ടില്ല. നേരെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് നേരെ പുറത്തിറങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അതെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് നടന്ന് കാറ്റൊക്കെ കൊണ്ട് ചുമ്മാ അവിടെ ഇവിടെ ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട്, അലഞ്ഞു തന്നെ വെച്ചാൽ നമ്മളെ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെ ഇട്ടല്ലാണ്ട് ചുമ്മാ പുറത്തായിട്ടില്ല. ഇങ്ങനെ നടന്നൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പല്ല് വെക്കാൻ തന്നെ പോവുള്ളൂ. നമ്മളിപ്പോൾ എപ്പോഴും പഠിപ്പ് 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 ജോലി ജോലി എന്ന് മാത്രം വെക്കില്ല. ഇടയ്ക്ക് നമ്മളിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നല്ല ശുദ്ധവായു കൊള്ളണം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കും അന്നത്തെ ദിവസം മൊത്തം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറത്തൊക്കെ ഇറങ്ങി ചുമ്മാ നടക്കുകയുണ്ട്. ഒരു 5 മിനിറ്റ് മതി കേട്ടോ, ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ ഉണ്ട്. പിന്നെ ഒന്നാമത് ഈ രാവിലത്തെ വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടില്ലേ, സ്കിന്നിനും ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് എന്നോട് ഉമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. അപ്പം ഈ ഒരു ഇങ്ങനെ ചുമ്മാ പുറത്തിങ്ങനെ നടക്കുന്ന ടൈമിലാട്ടോ നമുക്ക് മെയിലുകൾ വന്നിട്ടുണ്ടാവും, ഈ കൊളാബറേഷൻ്റെ ഒക്കെ മെയിലുകൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള. അപ്പം ഈ മെയിലൊക്കെ നോക്കുന്നതും റിപ്ലൈ കൊടുക്കുന്നതൊക്കെ ഈ സമയമാണ്. പിന്നെ നമ്മുടെ റിച്ചു ബാബാനെ വിളിക്കുന്നതും ഈ ഒരു ടൈം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാബാനെ വിളിക്കാം. ബാബാനെ ഇന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം ബാബ ഇന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ രാവിലെ നല്ല തിരക്കായിരിക്കും, രാവിലെ എന്തോ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ പോവും, അപ്പോൾ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിക്കേണ്ട. അപ്പോൾ നമുക്കിങ്ങനെ മെയിലിനും കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ കൊടുക്കലും മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നതും ഒക്കെ ഈ ഒരു ടൈമാണ്. ഇപ്പൊ ആവശ്യത്തിന് നമ്മള് കിളികളെ ശബ്ദവും കാക്കട ശബ്ദവും എല്ലാം കേട്ട് കഴിഞ്ഞ് ഇനി എന്താ പണി? ഇനി പോയി പല്ലേക്കാം. പല്ല് വെച്ചിട്ടില്ലാണ്ട് ഇത്ര നേരമായിട്ട് പോയി പല്ലേക്കണം. പല്ല് വെച്ചിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേണം കുളിക്കാൻ. കുളിച്ചിട്ട് വേണം നമുക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഞാൻ ഈ ഒരു ടൈമിന്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൊളാബറേഷൻസിൽ മെയിലിൽ റിപ്ലൈ കൊടുത്ത്, കുറച്ച് പേർക്ക് മെസ്സേജിൽ റിപ്ലൈ കൊടുത്ത്, എനിക്ക് കോൾ ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് കൊളാബറേഷൻ, അവരെ വിളിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ടൈമിന്റെ ഇടയ്ക്ക് നമുക്ക് വേഗം പോയി പല്ലേക്കാം. പല്ലേച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? കുളിക്കുക. കുളിച്ചിട്ട് കഴിഞ്ഞ് നമ്മളെ ദിവസം തുടങ്ങി, കുളിയോടുകൂടി ദിവസം തുടങ്ങി അന്നത്തേന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്ലാസ് തന്നെ ഫുൾ ടൈം. കുളിക്കുമ്പോൾ നമ്മൾ തൈലൊക്കെ തേച്ചിട്ടല്ലേ മിക്കവരും കുളിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കുമ്പോൾ നല്ല ഓയിലൊക്കെ തേച്ച് കുളിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഫ്രഷ് ഫീലാണ് നമ്മളങ്ങനെ കുളിക്കുമ്പോൾ. അന്നത്തെ ദിവസം തന്നെ നല്ല ഉന്മേഷമായിരിക്കും. പിന്നെ ഈ സ്കിൻ നമ്മുടെ ബോഡി പോളിഷിങ്ങിനും ഒക്കെ ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും ഒരു തൈലം തേച്ച് കുളിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഞാൻ കാണിച്ചു തരാം. കുളിക്കണേൻ്റെ ഒരു 30-40 മിനിറ്റ്സ് നമ്മൾ മുമ്പേ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആക്കാറുള്ളത് ഇതാണ്, നാൽപ്പാമരാതി കേര ഓയിൽ. ഞാൻ നേരത്തെ കുങ്കുമാതി തൈലം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അവരുടെ തന്നെയാണ്, സെയിം മാനുഫാക്ചേഴ്സിൻ്റെ തന്നെയാണ് ഈ നാൽപ്പാമരാതി കേര ഓയിലും. ഇത് കിടു ഓയിലാണ്. ഇത് നമ്മുടെ സ്ട്രെച്ച് മാർക്സ് റിമൂവ് ചെയ്യാനും നമ്മുടെ ബോഡിയിലത്തെ ടാൻ മാറാനും നമ്മുടെ സ്കിന്നിലത്തെ ഫുൾ ബ്ലെമിഷസ് മാറാനും ഒക്കെ തന്നെയാണ് ഇതും യൂസ്. ഇതും പിന്നെ നിങ്ങൾക്ക് ഉടനടി റിസൾട്ട് കിട്ടത്തില്ല. ഒരു 16-17 ഡേയ്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെയാണ് ഇതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മേല് മൊത്തം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ബോഡിയുടെ ഉള്ള കൈ, കാല്, കഴുത്ത്, മുഖം ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ്. പിന്നെ സ്ട്രെച്ച് മാർക്സ് ഉള്ളിടത്തൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ബോഡി ഡാമേജ് ഒക്കെ ഉള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫ്രഷ് ഫീല് നിങ്ങൾക്ക് മൊത്തത്തിൽ അന്നത്തെ ദിവസം നല്ല ഉന്മേഷം. നിങ്ങൾ എന്തായാലും ഈ 2 പ്രോഡക്റ്റ് മേടിച്ച് നോക്കണം, വേർത്താണ്. നിങ്ങൾ ഉറപ്പായിട്ടും എന്നോട് താങ്ക് യു പറയും ഇത് സജസ്റ്റ് ചെയ്തതിന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, ഒരു 15-16 ഡേയ്സ് ആയി. ഇവർക്ക് ഒരു 42 വർഷത്തെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഇവർക്ക് ഈ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടും അത്രയും നല്ല വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുകയാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇപ്പോൾ അവർക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം, മേടിക്കാൻ പറ്റിയ ലിങ്ക് കൊടുക്കാം. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം.
നമ്മുടെ കുളി കഴിഞ്ഞേക്കാണ്. ഞാൻ തല കുളിച്ചില്ല കേട്ടോ, കാരണം ഞാൻ ഇന്നലെ തല കുളിച്ചതാണ്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 4 ദിവസം മാത്രമേ തല കഴുകാറുള്ളൂ, കാരണം എൻ്റെ മുടി ഓൾറെഡി ഡ്രൈ പോലെയാണ്. അപ്പോൾ എപ്പോഴും തല കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് എനിക്ക് പൊട്ടിപ്പോകും. നമുക്ക് കോവിഡ് ആയ പിന്നെ മുടി കുളിച്ചിൽ ഇപ്പോൾ പറയണ്ട, അത്ര കുളിച്ചിലായിട്ടുണ്ട്. ഞാൻ മുമ്പ് നല്ല മെയിലൊക്കെ ഒന്ന് കഴുകി ഞാൻ ഫ്രഷായി. ഇനി നമുക്ക് നേരെ ഇനി ഒരു പരിപാടിയുള്ളൂ. ഇനി നേരെ ക്ലാസ്. അതെന്തെങ്കിലും മുടി ഇങ്ങനെ നിൽക്കുന്നത് നല്ല. നമുക്കിനി നേരെ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സമയമായി. 8:40 ക്ലാസ് തുടങ്ങും. ഇപ്പം 8:35 വേഗം പോവാം. ഞാൻ എല്ലാം ബാഗിലാക്കിയിട്ടുണ്ട്. ലാപ്പ്, ബുക്ക്, ക്ലാസ് അറ്റൻഡ് കോളേജിൽ സ്കൂളിലൊക്കെ പോണ പോലെ എല്ലാം ഫുൾ സെറ്റായി. ഒരു പാനി എടുത്തിട്ടുണ്ട്. ഞാൻ മുകളിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറ്. അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അപ്പം എനിക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് നടക്കാറില്ലല്ലോ. ഞാൻ ലാപ്പിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറ്. കാരണം ഫോണിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഫോണിൽ ഇങ്ങനെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ ലാപ്പ്, പിന്നെ മെയിനായിട്ട് വേണ്ടത് ബുക്ക് അത്യാവശ്യമാണ്. കാരണം പോയിന്റ്സ് എഴുതിയിരിക്കണം. വല്ലപ്പോഴാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാതിരിക്കാന്ന് വെച്ചാൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ മര്യാദയ്ക്ക് പഠിക്കുള്ളൂ. അപ്പോൾ ആ ടൈം നല്ല യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഒരു ബുക്ക് എടുത്ത് വെക്കണം, ഫോൺ എഴുതി വെക്കണം. അത് ഫുൾ എൻ്റെ നോട്ട്സ് എഴുതിയിട്ടുള്ള സാധനങ്ങളാണ്. ഒരു ബുക്ക് വേണം, പേന വേണം. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം എന്ന് പറയുന്നത്. പിന്നെ ഹെഡ്ഫോൺ ക്ലാസ് ഹെഡ്ഫോണിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് വെക്കുക. അല്ലെങ്കിൽ അടിയിലൊക്കെ ഭയങ്കര ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ അടിയിലും ശല്യം വേണ്ടല്ലോ. നമ്മൾ ഹെഡ്ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിയിലിരിക്കുന്നവർക്കും ശല്യം ഉണ്ടാവില്ല നമ്മുടെ ക്ലാസ് എടുത്ത്. അപ്പൊ നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാം. പിന്നെ ഇപ്പോ 8:40 ക്ലാസ് തുടങ്ങിയ 8:45 ക്ലാസ് തുടങ്ങിയ 1 മണി വരെ ക്ലാസ് ആണ്. പിന്നെ ലഞ്ച് ബ്രേക്ക് ആണ്. 1 മണി വരെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. ഒരു ബ്രേക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഒരു കുപ്പി വെള്ളം എടുത്ത് വെക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ പെട്ടെന്ന് പോയി ഒരു കുപ്പി വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പഠിപ്പ് തുടങ്ങും കേട്ടോ. ഇനി 8:45 തൊട്ടിട്ട് 1 മണി വരെ ഈ അങ്കാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നോട്ട്സ് എഴുതാൻ നിങ്ങൾ ആരും മറക്കരുത്. നോട്ട്സ് എഴുതണം, വെള്ളം കുടിക്കണം. അയ്യോ, അങ്ങനെ 1 മണിയായി. 8:45 തൊട്ടിട്ട് 1 മണി വരെ ക്ലാസ് ആയിരുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഒന്നും ഇല്ലേന്ന്. അതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഓരോ പീരീഡ് കഴിയുമ്പോൾ 5 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ചിലപ്പം ടീച്ചേഴ്സ് ഇങ്ങനെ കുറച്ച് ടൈം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രേക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ക്ലാസ് തന്നെയാണ് അത്രയും നേരമുള്ളത്. അയ്യോ, അപ്പോൾ നോട്ട്സ് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സുള്ള ടൈം ഉണ്ടല്ലോ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോട്ട്സ് എഴുതുവാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ഫുള്ള് എൻ്റെ നോട്ട്സാണ്. ഞാൻ ഫുള്ള് നോട്ട്സ് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സ്കൂളിലോട്ടിട്ട് നോട്ട്സ് എഴുതില്ല, അതേപോലെ ഞാൻ ഈ ബുക്ക് മൊത്തം എൻ്റെ നോട്ട്സാണ്. അതേപോലെ എഴുതി വെക്കണം. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല. ആ പഠിച്ചത് നമ്മളെ തലയിൽ നിൽക്കും. പിന്നെ ആ എക്സാം ടൈമൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിങ്ങനെ ഇരുന്ന് പഠിക്കൊന്നും വേണ്ട. ആ കറക്റ്റ് ടൈമിൽ വേറെ ഡിസ്ട്രാക്ഷൻ. ഞാൻ ഈ പഠിക്കുന്ന ടൈമിൽ ഫോൺ വേറെ നോക്കേയില്ല. എന്തൊക്കെ മെസ്സേജും കോൾ വന്നാലും ഞാൻ ഇടില്ല. ഞാൻ ബിസി മോഡിലാണ് ഫോൺ ഇട്ടിട്ടുണ്ടാവുക, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഫോണൊന്നും ഇങ്ങോട്ട് വരില്ല. അങ്ങനെ ഇട്ടാൽ മതി നിങ്ങൾ പഠിക്കുമ്പോൾ. ടൈമിൽ ഒരു ഡിസ്ട്രാക്ഷനില്ല, പഠിപ്പിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. എത്ര മണിക്കൂറാണോ ആ ടൈം പഠിപ്പിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മൾ വേറെ ജോലികൾ നടക്കില്ല, പഠിപ്പ് നടക്കില്ല, ഒന്നും നടക്കില്ല. അതങ്ങനെ പോകും. പിന്നെ എപ്പോഴും ഒരു കുപ്പി വെള്ളം അടുത്ത് വെക്കുക, വെള്ളം കുടിക്കുക. നമ്മളെപ്പോഴും ബോഡി വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് പല പ്രശ്നം വരും. എനിക്ക് 2 ദിവസം മുമ്പ് ഞാൻ ലോ പ്രഷറായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ആയതേ ഉള്ളൂ. ഡോക്ടറിനൊക്കെ അടുത്ത് കണ്ട് മരുന്നൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ആയത്. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയിലാണ്. അപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞത് വെള്ളം ഫുൾ കുടിക്കണം. അന്ന് കൊറോണ വന്ന് മാറിയ കാരണം വെള്ളം എപ്പോഴും കുടിക്കാൻ പറഞ്ഞു. വെള്ളം നിർബന്ധമായിട്ടും അടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഞാൻ നോട്ട്സ് ചെയ്തേക്കും. ഈ അടുത്ത എൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ബുക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അടുത്തൊരു ബുക്ക്. ഇത് ഞാനും റിച്ചു ബാബ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബുക്ക് കേട്ടോ.
ഇത് എൻ്റെ പഠിക്കണ നോട്ട്സ് ചെയ്താലുള്ള ബുക്ക്. ഈ ഒരു ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നേരത്തെ കൊളാബറേഷനെ വിളിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? കൊളാബറേഷൻസിനൊക്കെ വിളിച്ചിട്ട് എന്ന ഡേറ്റ്, ഈ ഡേറ്റൊക്കെ ഞാൻ എഴുതി വെക്കുന്ന ഇതാണ്. ഇന്ന ഡേറ്റ് ഇതേ കണ്ടോ, ഇന്ന ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ ദിവസം ഈ വീഡിയോ ചെയ്യണം, ഈ ദിവസം ഈ വീഡിയോ വെച്ചിട്ടും നമ്മൾ ഇതാക്കണം, അല്ലെങ്കിൽ മറന്നു പോകും. നമുക്ക് ഈ പഠിപ്പും അതും ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഇത് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ആ കാര്യം എഴുതി വെക്കും. ഏത് ദിവസം ഏതൊക്കെ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ എഴുതി വെക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പോൾ പഠിപ്പ് കാണിച്ച് ജോലിയൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ റിച്ചു ബാബാനെ വിളിച്ചില്ല, പ്രേമം കൊണ്ടുപോകുന്നൊന്നും കാണിച്ചില്ല, ബോയ് ഫ്രണ്ടിനെ വിളിക്കുന്നേ ഇല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവന് ജോലിയുണ്ട്, എനിക്ക് പഠിപ്പുണ്ട്, ഒപ്പം നമ്മൾ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും രണ്ടുപേരുടെ രീതിക്ക് ബിസിയാണ് അല്ലേ? റിച്ചു ബാബയുടെ രീതിക്ക്, ഞാൻ എൻ്റെ രീതിക്ക്. നമ്മൾ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേസ് കൊടുക്കണം. അവന് നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രണ്ടുപേരെയും ജോലി നടക്കില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല എന്നൊന്നല്ല. കാരണം നമ്മളെപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത് അതൊരു ശല്യമായിട്ടേ മാറുള്ളൂ. അതൊരിക്കലും ഇങ്ങനെ സ്നേഹമല്ല. ഇപ്പം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോ സെക്കൻഡ് വിളിച്ചിരുന്നു. കോളേജ് വിടാ, വിളിക്കാം. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേരെയും പണി നടന്നിരുന്നില്ല. ഒരു പണിയില്ലാന്ന് നടന്നിരുന്ന കാലം, വെറുതെ കോളേജ് പോകണം, അത് കാലം. കുറച്ച് കഴിഞ്ഞാലാണ് മനസ്സിലാവും, അയ്യോ ഇത്രയും ടൈം കളഞ്ഞ് ആ ടൈം എന്തൊക്കെ ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഇതായി കഴിഞ്ഞപ്പോൾ അവൻ ജോലിക്ക് കയറി, ഞാനിതായി. അപ്പോൾ രണ്ടുപേരും ജോലിക്കായി, കാര്യങ്ങളായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും അർജൻറ്റ് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. അത്രയും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇവൻ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് ഇങ്ങോട്ടേക്ക് വരും. നമ്മൾ ഇപ്പോൾ അത്ര വലിയ ദൂരമല്ല, ഞാനും തൃശ്ശൂരാണല്ലോ ഇപ്പോൾ. അവൻ ഇങ്ങോട്ടേക്ക് വരും, ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇന്ന് എന്തായാലും വരില്ല, ഇന്ന് റിച്ചു കട്ട ബിസിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായാലും റിച്ചു ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇതൊക്കെയാണ്. അതല്ല നമ്മളങ്ങനെ കുറേ നേരം പ്രേമത്തിന് നമ്മളങ്ങനെ വേണം കേട്ടോ ടൈമിന്. പ്രേമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളായിട്ട് തന്നെ കാണാം. നമ്മളെന്തിനാ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കല്യാണം കഴിഞ്ഞവർ 24 മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലല്ലോ. അവരോരോ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെയാണ് പ്രേമം. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഇല്ലാതായി മാറും. ഈ ഒരു അവസാനം എന്ത് നേടിയെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. പ്രേമമുണ്ടോ? പ്രേമമില്ല. എന്തെങ്കിലും നമ്മൾ യൂട്ടിലൈസ് ചെയ്തോ? അതുമില്ല, ഒന്നുമില്ല. ഇത് പ്രേമത്തിന് നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് വിടുക. ഇതൊന്നും അല്ല 24 മണിക്കൂർ ഫോൺ വിളിച്ചിരിക്കുക. മെസ്സേജ് അയച്ചോ? അവൻ മെസ്സേജ് അയച്ചോ? ഇല്ല. അയ്യോ എന്താ മെസ്സേജ് അയക്കുന്നത്? അവൻ ആരെ കൂടിയാണ്? അവനെന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ അവളെന്താ ചെയ്യുന്നത്? അവളെവിടെ പോയി? അവളെന്താ വിളിക്കാത്ത? എത്ര നേരം എന്താ വിളിക്കുക? ഇങ്ങനൊക്കെ ചിന്തിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ സമയം? ചിന്തിക്കാൻ മാത്രം ഫുൾ കൂടെ മനസ്സ് ഫുൾ അസ്വസ്ഥമായി. ഒരു പണിയും നടക്കില്ല, ഒന്നും നടക്കില്ല. അപ്പോൾ നിങ്ങളത് വിട്ട് കളയുക. വിളിക്കുമ്പോൾ വിളിക്കുക. നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ മാത്രം വിളിക്കുക. സ്നേഹം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിച്ച് വെക്കാനുള്ളതല്ലോ, സ്വതന്ത്രമാക്കി വിടാനുള്ളതാണ്. രണ്ട് കാര്യത്തിനൊക്കെ വിടുക. ഈ ഒരു കാര്യത്തിൽ മാക്സിമം. അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എൻ്റെ ഇത്രയും ടൈം എങ്ങനെയാണ് കളയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 12 മണിയായി. ഇനി എനിക്ക് എന്താ നെക്സ്റ്റ്? ഇനി ഫുഡ് കഴിക്കണം. ഇതിപ്പോൾ 1 മണിയായി. അപ്പോൾ ഇത് ഈ ടൈം വെച്ചാൽ ഫുഡ് കഴിക്കാനും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അത് കഴിഞ്ഞാൽ വീണ്ടും 3 മണിക്ക് ക്ലാസ് ഉണ്ട്. ഫുഡ് കഴിച്ച് റെസ്റ്റ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. ഞാനൊരാളെ കാണിച്ചു തരാം കേട്ടോ. ഞാനേ ഇപ്പോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴേ നമ്മള് പ്രേമം പ്ലസ് പഠിപ്പ് ഒക്കെ എങ്ങനെ ഒത്തുകൊണ്ട് പോവാന്നുള്ള വീഡിയോ കേട്ടോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, റിച്ചു എന്നെ വിളിച്ചതേ ഇല്ല. ഞാൻ റിച്ചുവിനെ വിളിച്ചതേ ഇല്ല. അവൻ അവന്റെ പണി ചെയ്യും, ഞാൻ എന്റെ പണി. ജോലിയൊക്കെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും വരുവാച്ചാൽ വല്ലാണ്ട് ഞാൻ നോക്കിയപ്പോഴേ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാനോട് സംസാരിക്കുന്ന ഒരു ശബ്ദാട്ടിന്ന് കേട്ടു. തോന്നി, കണ്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഈ വിളിക്കൊന്നും ഇല്ലെങ്കിലും ഇതേപോലെ ഇങ്ങനെ ഇടയ്ക്ക് കാണാൻ വേണ്ടി എന്നെ കേറി വരും. അല്ലാണ്ട് വിളിയും ഇതൊന്നും ഇല്ല. കൊള്ളാനും ഇത്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. നോട്ട് ഡേ ഇൻ മൈ ലൈഫ്. പഠിപ്പ്, അതെ. ഇനി ഫുഡ് കഴിച്ചിട്ട് വരാം. നമുക്ക് ഫുഡ് കഴിക്കാം. കമ്മ നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് ഇതേ ഫുഡ് അടിച്ചോണ്ടിരിക്കുക. അങ്ങനെ വയറൊക്കെ കഴിച്ചതേ ഫുഡ് വയറായി. ഫുഡ് കഴിച്ചിട്ട് ഇവൻ ചോറ്, ബീഫും, മോര് കൂട്ടാനൊക്കെ കഴിച്ചു. ഞാന് സൂപ്പ്, മട്ടൻ സൂപ്പാ കുടിച്ചത്. കാരണം ലോ പ്രഷറാണ്, ഇതല്ലാതെ പറ്റില്ല. മട്ടൻ സൂപ്പേ ഉണ്ടോ? നല്ല കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ
വയ്യ. അതന്നെ റിച്ചു പറഞ്ഞു ലോ പ്രഷറാണ്. ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പ് തല ക്ഷീണം, ഇപ്പോഴത്തെ ഭയങ്കര ക്ഷീണമാണ്, ലോ പ്രഷർ, സ്ട്രെസ്, ഫുഡ് കഴിക്കുന്നില്ല. അപ്പൊ മട്ടൻ സൂപ്പ്, നാരങ്ങ ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളം ഇതൊക്കെ കുറെ കുടിക്കാൻ പറഞ്ഞു. ഇപ്പൊ മട്ടൻ സൂപ്പ് കുടിക്കുന്നത് മതി. തള്ളി തള്ളി വേണ്ട പാപ്പ, ഇത്ര എക്സാജറേറ്റ് ചെയ്യണ്ട. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ബാബ തിരിച്ചു പോവാണ്. അപ്പൊ ബാബ എന്നെ ഡ്രോപ്പ് ചെയ്ത് തരാൻ പറഞ്ഞു. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ്. ടോം എന്ന് പറഞ്ഞിട്ട് എന്റെ വീടിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അവന്റെ ഫ്ലാറ്റ് കാണാം, അത്ര തൊട്ടടുത്താണ്. പക്ഷെ എനിക്ക് വെയിലത്ത് ലോ പ്രഷർ അല്ല, എനിക്ക് നടക്കാം. അപ്പൊ കൊണ്ടാക്കിരാൻ വേണ്ടിയാണ് ഞാൻ അവന്റെ വീട്ടിൽ പോയി. എനിക്ക് കുറച്ച് പണികളുണ്ട് അവന്റെ അടുത്ത് പോയിട്ട്. എനിക്ക് ലാപ്പില് സോഫ്റ്റ്വെയർ ആയിട്ട്, പിന്നെ എനിക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ട്. അപ്പൊ അവൻ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനത്തെ കാര്യത്തിലൊക്കെ. ഈ പഠിക്കാനുള്ള കാര്യത്തിലും വർക്ക് ചെയ്യാനുള്ള കാര്യത്തിലും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവന്റെ വീട്ടിലേക്ക് ഞാൻ പോവാം, അവൻ എന്നെ ഡ്രോപ്പ് ചെയ്ത് തരും. എന്റെ ചെറുപ്പം തൊട്ടേ ഉള്ള ഫ്രണ്ട് അവൻ. ഇതാട്ടോ നമ്മുടെ ഫ്ലാറ്റ് എത്തി. എന്റെ മുന്നിൽ നിന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാവുന്ന ഫ്ലാറ്റാ. അങ്ങനെ ദേ ബാബ ഡ്രോപ്പ് ആക്കിയിട്ട് ഞാൻ ഇറങ്ങുവാണ്. ടാറ്റാ. ഇവനാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട്. ഞങ്ങൾ കട്ട പണിയിലായിരുന്നു. ഓപ്പോസിറ്റ് ലൈറ്റായി പോയി, അതുകൊണ്ട് ലൈറ്റ് കുറവാണ്. പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലിതേ തിരിച്ചെത്തി നമ്മളങ്ങനെ. അങ്ങനെ മടുത്ത് ഞാൻ. അയ്യോ, വർക്കൊക്കെ കഴിഞ്ഞ് രാവിലെ തൊട്ടിട്ടുള്ള പണിയാണ് ഇപ്പോഴാണ് അവസാനിച്ചത്. വീട്ടിൽ വന്ന് കയറിയിട്ടാ. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എൻ്റെ ഇന്നത്തെ പണി മൊത്തം കഴിഞ്ഞ്. പക്ഷെ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിപ്പോ നമ്മൾ ഇത്രയും നേരം ഷൂട്ടും ഒപ്പം ഉണ്ടായിരുന്നല്ലോ. നമ്മളുടെ സ്റ്റഡി വ്ളോഗ്, വർക്ക് വ്ളോഗ് എല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള വ്ളോഗാണല്ലോ. അത് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യണ്ട. അത് ഇനി എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പണി മൊത്തം കഴിയുള്ളൂ. അതൊരു 7:15 ഇനി അതൊക്കെ കഴിയുമ്പോ എന്ന് പറയുമ്പോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിയും. പിന്നെ കുളിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഇന്നത്തെ ഫുൾ പണി സെറ്റായി. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം മനസ്സിലായാലും ഞാൻ എങ്ങനെയാണ് ഒരു ദിവസത്തിൽ എൻ്റെ പഠിപ്പും റിച്ചു എങ്ങനെ വന്ന് ഇതാക്കുന്നതും. റിച്ചു സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ വീട്ടിൽ വരെ ആകെ ഒരു 10-15 മിനിറ്റൊക്കെ വരുള്ളൂ കേട്ടോ മാക്സിമം. ഈ വഴിയൊക്കെ പോകണ്ടെങ്കിൽ വന്ന് പോവും. പിന്നെ ഇതൊക്കെ തന്നെയാണ് പഠിപ്പ്. ഇങ്ങനെയാണ് എൻ്റെ ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.